ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മലയാളികൾക്ക് മാമ്പഴം ഒരു ഹരമാണ്. നമ്മുടെ നാടൻ മാമ്പഴങ്ങൾ, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, അതുപോലെ നാട്ടുമാങ്ങകളൊക്കെ നമ്മുടെ നാവിൽ ഇപ്പോഴും അതിൻ്റെ രുചികളുണ്ട്. എന്നാൽ പുതിയ മാവ് ഇനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറ്റുമാൻ എൻ്റെ ഒരു പ്ലാന്റാണിത്. ഇതിലിപ്പോൾ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഒരു മാമ്പഴം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാറ്റുമാൻ ചോക്കോനാൻ എന്നാണ് തായ്ലാൻഡിൽ ഇത് അറിയപ്പെടുന്നത്. കവറിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും നല്ല രീതിയിൽ അതിനെ പ്രൂൺ ചെയ്ത് അത് വളച്ച് കെട്ടി നല്ലൊരു ഭംഗിയായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറയെ മാങ്ങകളാണ്. ഏകദേശം ഒരു 10-12ഓളം അടുത്ത് മാങ്ങകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മാമ്പഴം ഇത് പഴുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നാംഡോക്മായി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്മായിയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നാര് കുറവാണ്, പക്ഷെ അതിന് മധുരമുണ്ട്. പക്ഷെ അത്ര നമ്മുടെ നാടൻ മാമ്പഴവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അതത്ര ഒരു ഫേവർ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ കാറ്റുമാൻ മാമ്പഴം ആദ്യമായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതാണ് മാമ്പഴത്തിൻ്റെ ഉൾവശം. ചെറിയൊരു കഷ്ണം എടുത്ത് നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല മധുരമുണ്ട്, നല്ല ഫ്ലേവറുണ്ട്, നാരുണ്ട്. നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റിയൊരു ഇനമാണ്. കുളമ്പിൻ്റെ ചെറിയൊരു ഫ്ലേവർ കയറി വരുന്നുണ്ട്. നല്ല സൂപ്പർ മധുര. ഇവിടെ മഴയൊക്കെ പെയ്തിട്ടും നല്ല മധുരമുണ്ട്. നല്ലൊരു മാമ്പഴമാണ്, നാരുണ്ട്. അപ്പോൾ കാറ്റുമാൻ നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റിയൊരു ഇനമാണ്. വേഗത്തിൽ കായ്ക്കും, കേട് കുറവാണ്, മറ്റ് ഫംഗസ് ബാധയോ കാര്യങ്ങളോ ഇതിന് വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് കാറ്റുമാൻ മാമ്പഴം. ഇത് കാറ്റുമാൻ്റെ മറ്റൊരു പ്ലാന്റാണ്. ഇതൊരു വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിലാണ് കണ്ടോ, ഇതിൽ സൈസ് കണ്ടോ, നല്ല സൈസുണ്ട്. അതുപോലെ ഒരു വർഷം ആയപ്പോഴത്തേക്കും ഇതിൽ ഫ്ലവർ ചെയ്തു. അതുമാത്രമല്ല, 1-2 തവണ ഫ്ലവർ കളഞ്ഞതിന് ശേഷം ഒന്ന് പിടിപ്പിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൽ 2 മാങ്ങ പിടിച്ചു. അത് മാത്രമല്ല, ചെറിയൊരു പ്ലാന്റാണ്, നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് കേട് മറ്റ് പ്രശ്നങ്ങളോ ഫംഗസ് ബാധയോ അങ്ങനെ അതുപോലെ കമ്പണക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പൊതുവേ ഇതിന് കുറവാണ്. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് കാപിടുത്തമുണ്ട്. ഒരു വർഷത്തിലൊരു 2-3 തവണ ഇത് ഫ്ലവർ ചെയ്യുകയും ആ ഫ്ലവർ ചെയ്ത കായകളൊക്കെ അത്യാവശ്യം പിടിക്കുകയും ചെയ്യുകയാണ്. ഇത് ഒരു വർഷമായിട്ടുള്ള ഈ പ്ലാന്റിൽ കാപിടിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു കാറ്റുമാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. കാരണം നല്ലൊരു മാമ്പഴമാണ്, നല്ലൊരു ഫ്ലേവറുണ്ട്, അത്യാവശ്യം നാരുണ്ട്, മധുരമുണ്ട്, നല്ല കാപിടുത്തമുണ്ട്, കേട് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാറ്റുമാൻ നല്ലൊരു ഇനം തന്നെയാണ്. മറ്റിനം മാവുകളൊക്കെ എൻ്റെ ഫ്രണ്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലിപ്പോൾ ഞങ്ങൾ കഴിച്ചതിലും അതുപോലെ കാപിടുത്തത്തിലും ഒക്കെ മികച്ചത് ഈ കാറ്റുമാൻ തന്നെയാണ്.